സുർക്ക ഒരു തുണ്ട് മതി, ഒരു പുളിക്ക്. തക്കാളിയിൽ പുളി ഉണ്ടാവും, അത് മതിയായിട്ട് ഞാൻ ഉള്ളിൽ വെക്കും കേട്ടോ. പേപ്പർ കവർ നമ്മൾ പുറത്തുമുണ്ട്, കുറേ ഉള്ളിലും ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ തിരുമ്പാൻ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നമുക്ക് ദോശയും ചട്നിയാണ് കേട്ടോ. ചട്നിയല്ല, ചമ്മന്തിയാണ് കേട്ടോ. ചട്നിയല്ല, ചമ്മന്തി. ചമ്മന്തി അത് നമ്മൾ സബോള ഒക്കെ വാട്ടി, സബോള, തക്കാളി, പച്ചമുളക്, 2 പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്നിങ്ങനെ വഴറ്റി കൊടുത്താൽ മതി. വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടണം കേട്ടോ. ഒന്ന് വഴറ്റി കൊടുത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്നിങ്ങനെ ചൂടാക്കി കൊടുത്താലും മതി. ആ ചൂടിൽ തന്നെ ഒന്ന് ചൂടായാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ ചൂടാറിയതിന് ശേഷം നമ്മൾ ജാറിലിട്ടിട്ട് ഉപ്പ്, ഒരു തുണ്ട് സുർക്ക, ഒരു തുണ്ട് മതി, ഒരു പുളിക്ക്. തക്കാളിയിൽ പുളി ഉണ്ടാവും, അത് മതിയവർക്ക് അങ്ങനെ മതി. ഞങ്ങൾ ഒരു തുണ്ട് സുർക്കയും കൂടി ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൽ ഉപ്പൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ദോശ കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ, ചമ്മന്തി മാത്രം മതി. അങ്ങനെ ബൂബുവിനൊക്കെ ഞാൻ ഫുഡ് കൊടുത്തു കേട്ടോ. ബൂബുവിന് ഞാൻ വാരി കൊടുക്കണം, നിങ്ങൾക്കറിയാലോ. വാരി കൊടുത്തതിന് ശേഷം എൻ്റെ ഷാൾ ഉണ്ടാക്കുമ്പോൾ അവന് കയ്യിലൊന്ന് കെടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അവൻ അവിടെ കിടക്കട്ടെ, എനിക്ക് തുണികളൊക്കെ അലക്കാനിടാണ്ട്. നല്ല മഴ കാരണം കൊണ്ട് കുറേ തുണികൾ പുറത്തുമുണ്ട്, കുറേ ഉള്ളിലും ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ തിരുമ്പാനുള്ളതുണ്ട്. അപ്പോൾ തിരുമ്പാനുള്ളതാണ് കേട്ടോ ഞാൻ വലിച്ചു കൊണ്ടുപോകുന്നത്. കയ്യിൽ ഫോണും വട്ടിയും കൂടിയിട്ട് ഒരുമിച്ച് പിടിക്കാൻ കഴിയണില്ല. ഒറ്റ കൈ കൊണ്ട്, 2 കൈ കൊണ്ടും, ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാണ് ഞാൻ ഈ പണികളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇപ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ ബൂബിൻ്റെ മടിയിലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ തുണികളൊക്കെ വാഷ് മെഷീനിൽ ഇടാനുള്ളത് ഇട്ടു. അതിൻ്റെ മുന്നേ ഞാൻ നിലത്തിട്ടിരുന്ന തുണി നമ്മൾ കയ്യിൽ വാഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അത് പുതിയ ഡ്രസ്സുകളൊന്നും ഞാൻ വാഷ് മെഷീനിൽ ഇടാറില്ല, ഡെയിലി യൂസിനുള്ളത് മാത്രമാണ് ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടു. പിന്നെ ആ ഒരു കൈ കൊണ്ട് തന്നെ ലിക്വിഡൊക്കെ ഒഴിക്കണമല്ലോ. അപ്പോൾ ലിക്വിഡ് ഒഴിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ പറമ്പിലെ മൊന്ത കണ്ട, ഞാൻ ക്ലിയറായി കാണിച്ചു തരാം കേട്ടോ. നല്ല വെണ്ണം മൊന്തണ്ട്. ഞാൻ വേസ്റ്റ് ഇടാൻ ആ പറമ്പിൻ്റെ അറ്റം വരെ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോവാറില്ല, എനിക്ക് പേടിയാണ്. നല്ല മൊന്ത എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാലിൻ്റെ മുട്ടിൻ്റെ മേലെ വരെ നിൽക്കും മൊന്ത. പക്ഷേ ഇങ്ങനെ വഴി ഇങ്ങനെ വഴഞ്ഞു കൊടുത്ത് ഞാനിങ്ങനെ ഇവിടുത്തെ വെട്ടോത്തി തീരെ മൂർച്ചയില്ല, എന്നാലും അതുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഇങ്ങനെ ചതച്ച് കൊടുത്തിട്ട് അതിൽ കൂടെ ഒക്കെ നടന്നിട്ടാണ് കേട്ടോ വേസ്റ്റ് ഇടാറ്. അല്ലാതെ അറ്റത്തേക്കൊന്നും പോയിട്ട് വേസ്റ്റ് ഇടാൻ പറ്റില്ല. വല്ല പാമ്പെങ്ങാനും ഉണ്ടായാലോ. തൊട്ടപ്പുറത്തെ പറമ്പുകളൊന്നും ഇങ്ങനെ താമസക്കാരോ ഒന്നും ഇല്ലാതെ വെറുതെ ഒഴിഞ്ഞു കിടക്കണ പറമ്പാണ്. അപ്പോൾ അതും ഇതും കൂടിയിട്ടാണ് മാച്ചായിട്ട് അതിലെങ്ങാനും പാമ്പുകളുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം തുണികളൊക്കെ വാഷ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാണ് കേട്ടോ ബാക്ക് ഭാഗം ഉണ്ട്. അറ്റം വരെ ഫുള്ള് മൊന്തയാണ്. ഫുള്ള് മൊന്താറുണ്ടെങ്കിൽ തിരുമണ കല്ലിൻ്റെ മോള് വരെ നമുക്ക് മൊന്തണ്ടെങ്കിൽ ഒരിക്കൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വട്ടിയൊക്കെ എടുത്ത് ഞാൻ പോരുകയാണ് കേട്ടോ. പോരുമ്പോൾ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുറന്നു നോക്കി, ഊത്താലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗം റോഡ്. നമ്മൾ എല്ലാ വീഡിയോയിലും മിക്കവാറും വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്, കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേറൊരു ചെറിയൊരു വട്ടി ഞാൻ ഉള്ളിൽ വെക്കും കേട്ടോ. പേപ്പർ കവർ, നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച കവറുകളൊക്കെ ഇടാൻ എന്ന മാതിരി നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പേപ്പറുകളും ഒക്കെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നത് നനയാത്ത സാധനങ്ങൾ ഇടാൻ ഒരു കൊട്ട ഞാൻ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ കവറും പേപ്പറും സെപ്പറേറ്റ് ആക്കുകയാണ് കേട്ടോ ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം ആ കല്ലിൽ വാഷ് ചെയ്യേണ്ട തുണികൾ ഞാൻ ലിക്വിഡിൽ മുക്കി വെക്കാൻ പോയേക്കാണ് കേട്ടോ. അത് ഒന്നിങ്ങനെ ജസ്റ്റ് ഊരിയെടുക്കാനുള്ളൂ. ഞാൻ വീഡിയോ ഇടുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ മുള്ളൂർക്കര പോയി വരിക, ചെറുതുരുത്തിക്കൊക്കെ പോയ ഡ്രസ്സുകൾ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് ഊരിയിടും. ഞാൻ 2-3 ദിവസം ഒന്നും എടുത്ത് വെക്കാറില്ല കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് കറി എന്താണെന്ന് വെച്ചാൽ ഉണക്കപ്പയറും മത്തങ്ങയാണ് കേട്ടോ. വേറൊരു കറി ഇന്ന് ഉണ്ടാക്കണില്ല. 2 ദിവസമായിട്ട് ബിരിയാണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് വെറുതെ ഒരു മത്തങ്ങ ഉപ്പേരി, ഉപ്പേരി വെക്കൂലേ, ഉണക്കപ്പയറും മത്തങ്ങ. അതാണെങ്കിലോ ചള്ള് മത്തങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചള്ള് മത്തങ്ങയും അത് നല്ല ഉണക്കപ്പയറും ഭയങ്കര ടേസ്റ്റാണല്ലോ അല്ലേ? നിങ്ങൾ വെച്ചിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് മത്തനൊക്കെ നന്നാക്കിയതിന് ശേഷം വേവിച്ചെടുത്തു. അതിൻ്റെ മുന്നേ ഞാൻ ഉണക്കപ്പയർ കുതിർത്തിയത് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ ഒരു 2 വിസിൽ പിന്നെ മത്തങ്ങ ഇട്ടിട്ട് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ അത് നന്നായി വേവണം കേട്ടോ പയർ, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ.
പിന്നെ പഠിച്ചവൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറയാലോ റബ്ബേ. ഞാൻ കുറേ ദിവസമായിക്കണം കേട്ടോ അപ്പുറത്തേക്കാനോട് മുസ്തഫക്കാനോട് ഞാൻ ഇങ്ങനെ ആളുണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയുമോ പുല്ല് വെട്ടാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ആളെ കൊണ്ടുവന്നു, അന്ന് തന്നെ കൊണ്ടുവന്നു. ഞാൻ ആ വീഡിയോ എടുത്തതിൻ്റെ അന്ന് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ പറമ്പൊക്കെ അവിടെ ക്ലിയറായി, സമാധാനമായി. മറ്റേത് ഇവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ബൂബു മുറ്റത്തേക്ക് ഇറങ്ങി അപ്പം ഓടുക മൊന്തയിലേക്ക്. അപ്പോഴൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ പുല്ലുവെട്ടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ മാക്സിമം എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.